അറിഞ്ഞില്ല. പിറ്റേ ദിവസം കൊണ്ട് അറിയണം. കുഞ്ഞുങ്ങൾക്ക് ആരും ഓർക്കുമ്പോഴേ പങ്ക് പൊടിയാണ്. ഇപ്പം ഈ പിള്ളേരുടെ ഭാവിയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പേർ നമ്മൾക്കിടയിലുണ്ടാകും. അപ്രതീക്ഷിതമായി ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ്. പോലീസിൻ്റെ അനാസ്ഥ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾക്ക് ഒരു കാരണമാകാറുണ്ട്. പറവൂരിലെ ഋതു നടത്തിയ 3 കൊലപാതകങ്ങൾ നോക്കിയാൽ അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ 3 ജീവനുകൾ രക്ഷിക്കാമായിരുന്നുവെന്നാണ് ആ കൊലപാതകം നടന്നപ്പോൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പരാതി. ഒരു കുടുംബമാണിവിടെ ഇല്ലാതായത്. ആ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് അയൽക്കാരും മോചിതരായിട്ടില്ല. വേണുവും ഭാര്യ ഉഷയും മകൾ വിനീഷയും ഒരു ഇരുമ്പുവടിയിലാണ് ഇല്ലാതായത്. ഭ്രാന്തമായ അവസ്ഥയിൽ അയൽക്കാരനായ യുവാവ് വീട് കയറി ആക്രമിച്ചപ്പോൾ വിനീഷയുടെ ഭർത്താവ് ജിതിനും ആശുപത്രി കിടക്കയിലാണ്. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത് ആദ്യം പോലീസിനെ കുറിച്ചാണ്. ആദ്യം അവർക്കടുത്തായിരുന്നു ദേഷ്യമൊക്കെ. വീടിന്റെ കാല് വയ്യാത്ത ചേച്ചിയെടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിരിക്കടുത്തായിരുന്നു. ഞങ്ങളുടെ അത്ര ഉണ്ടായിരുന്നില്ല. അവർക്കടുത്ത് ദേഷ്യം ഇതായപ്പോഴാണ് എൻ്റെ അടുത്തും കൂടി വധഭീഷണി വന്നത്. എനിക്കും വിനീഷയ്ക്കും ഭീഷണി വന്നത്. അത് ഞങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ പോലീസുകാരൊന്നും ഒരിത് ചെയ്തില്ല. അവസാനം ഞാനും വിനീഷിന് പരാതി കൊടുത്തത്. ഞങ്ങൾക്ക് അത്രയും ശല്യമായിട്ട് ഗേറ്റ് പൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവൻ ഈ പെട്ടെന്ന് വന്ന് കയറും. വീടിൻ്റെ ഉള്ളിലോട്ട് വന്ന് കയറും. പേടിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവൻ ജയിലായോണ്ട് ഇപ്പൊ സമാധാനമുണ്ട്. പറവൂർ കേസിൽ പോലീസിന് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. ഈ പരാതിയിൽ കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ക്രിമിനൽ ഈ രീതിയിലേക്ക് പോകുമെന്നത് പോലീസും കണക്കുകൂട്ടിയില്ല. അതാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കിയ ഒരു വലിയ കൊലപാതക പരമ്പരയിലേക്ക് എത്തിച്ചത്. പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കണത്. തല്ലാൻ വന്നിട്ടുണ്ട്, തല്ലാൻ. ഋതുവിനെതിരെ പരാതികൾ വന്നു എന്നത് പോലീസ് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ പരാതിയിൽ കൃത്യമായി ഇടപെട്ടുവെന്നാണ് പോലീസിന് പറയാനുള്ളത്. ഇരുകൂട്ടരെയും വിളിച്ച് രമ്യതയിൽ പ്രശ്നം പരിഹരിച്ചു വിട്ടു. അതിനുശേഷം ഇയാളിൽ നിന്ന് ഇതുപോലൊരു പെരുമാറ്റം പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് 3 പേരുടെ ജീവനെടുക്കുന്ന ക്രൂരകൃത്യമാണ്. ഒരു വശത്ത് പോലീസ് പഴി കേൾക്കുമ്പോഴും ഈ കേസിൽ അവസാനം പോലീസ് ശക്തമായ നടപടികളിലേക്ക് പോയി. റെക്കോർഡ് വേഗത്തിലാണ് കേസിലെ കുറ്റപത്രം കോടതിയിലേക്ക് എത്തിയത്. ഇനി വിചാരണ നടപടികളും വേഗത്തിലാകും. ജയിലിനുള്ളിൽ തന്നെ ഇട്ട് ഋതുവിനെ വിചാരണ നടത്തി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.